Hi friends, welcome to my venue. അപ്പോൾ ക്രിസ്മസ് കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. അതിനകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ പറയാ ഒരുപാട് ടൈം ഉണ്ട്, ഒരുപാട് നല്ല ഡിസൈൻസും ഉണ്ട്. എന്നാലും ഒരു റെഡ് കണ്ടുകൊണ്ട് ഞാൻ ആ ഒരു പേരിൽ ഓവർ റെഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഒരു റാണിയും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി കളറാണ്. അപ്പം ഈ ഒരു കോഡ് സെറ്റിന്റെ നമ്മൾ ടോപ്പും ബോട്ടവും കൂടെ വരുന്നത് 1850 ആണ്, പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ആദ്യത്തെ കുറച്ച് ഓർഡേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഒരുപാട് നമ്മൾ ക്വാണ്ടിറ്റി ഒരേ പാറ്റേൺ തന്നെ ഒരുപാട് ചെയ്യില്ല, ലിമിറ്റഡേ ചെയ്യുള്ളൂ. അപ്പൊ 1850 ആണ് ഈ ഒരു ടോപ്പ് ബോട്ടത്തിന്റെ റേറ്റ് വരുന്നത്. ഓക്കെ, അടിപൊളി കളറാണ്. അതിനകത്തോട്ട് ഈ വൈറ്റിന്റെ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വന്നപ്പം നല്ല ഭംഗിയായിട്ട് ഒരു ഫസ്റ്റ് ഒരു ചെറിയ രീതിയിൽ ക്രിസ്മസിന്റെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അതിനകത്ത് നമ്മൾ സ്ട്രെയിറ്റ് വി വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഇതുപോലെ സോഫ്റ്റ് ബോൾസ് വെച്ചിട്ടുണ്ട്, ഒരു സെൻട്രൽ കട്ടിങ് കൊടുത്തിട്ട്, എന്നിട്ട് ഇതേപോലെ മിഡിലിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെയിം ടോൺ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ എപ്പോഴും കോട്ട് സെറ്റ് ചെയ്യുമ്പോൾ സെയിം ടോൺ തന്നെ ബോട്ടം ആണ് വെക്കാറ്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒരു പ്ലെയിൻ ബോട്ടം, ഒരു പെൻസിൽ ബോട്ടം ചെയ്യാന്ന് വെച്ചു. അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. പലാസോ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതോ സിമ്പിൾ ടോപ്പ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ. ഞാനിത് കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. ഇതുപോലെയാണ് ആ ഒരു വൈറ്റ്, നല്ല എന്താ പറയാ, ആ ഫ്ലവേഴ്സ് നല്ല രസമാണ്. എന്നാൽ ഓവർ വലിയ ഫ്ലവർ ആയിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. രണ്ട് സൈഡിലോട്ടും ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ബാക്ക് സൈഡും ഇതേപോലെയാണ്. അതിന്റെ ഫ്ലോറൽ ആ പ്രിന്റ് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെയാണ് വരുന്നത്, കണ്ടോ ഈ ഒരു പാറ്റേൺ. അപ്പം സ്ട്രെയിറ്റ് വി ആണ് കൊടുത്തേക്കുന്നത്. സോഫ്റ്റ് ബോൾസ് ഇതേപോലെ ആ സെയിം തന്നെ കളറിലാണ് കൊടുത്തേക്കുന്നത്. സോഫ്റ്റ് ബോൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ ലെങ്ത് 48 ആണ് വരുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ്, ലൈനിങ്ങിന്റെ ആവശ്യമില്ല, ഒട്ടും ട്രാൻസ്പെറന്റോ അല്ല. അപ്പൊ നമുക്ക് ഒരുപാട് ഹെവി ആയിട്ട് ലൈനിങ് ഒക്കെ ഇട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഇതാണ് ഫസ്റ്റ് പാറ്റേൺ. അപ്പൊ ഞാൻ പിന്നെ ഇതിന്റെ കൂടെ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു കോഡ് സെറ്റും കൂടെ കാണിച്ചു തരാം. അത് നമ്മൾ ഈ ഒരു പ്രിന്റ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ, അതായത് സ്ട്രെയിറ്റ് സിമ്പിൾ കോട്ടൺ ആണ്. അതിനകത്തോട്ട് ഒരു അങ്കരക്ക സ്റ്റൈലാണ് മുമ്പ് ചെയ്തിരുന്നത്. ഇതിപ്പം ചെറിയൊരു ഡോറിയൊക്കെ കൊടുത്തിട്ട് ഒരു എ ലൈൻ പാറ്റേണിലോട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഇതും വെയർ ചെയ്യുമ്പോൾ ഇതിന് നമ്മൾ ഒരു ബ്ലാക്ക് ബോട്ടം ഒക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ അത് പെയർ ചെയ്ത് കാണിച്ചു തരാം. ബ്ലാക്ക് ബോട്ടം കൂടെ പെയർ ചെയ്താൽ ഭയങ്കര ഭംഗിയാണ്. ഇതുണ്ടോ, ഇതിന്റെ ശരിക്കും നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ലൈൻസ് പോലെ അത്രയും ക്ലിയർ അല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതും വിത്തൗട്ട് ലൈനിങ് ആണ്, ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ഇതുപോലെ ഒരു ഡോറി എല്ലാം വെച്ചിട്ട് അപ്പൊ ഈ പാറ്റേണും ഞാൻ വെയർ ചെയ്ത് കാണും. ഈ ഒരു കോഡ് സെറ്റ് ഇതേപോലെ കേട്ടോ. ഇത് ഞാൻ പറയില്ല, ഒരു അങ്കരക്ക സ്റ്റൈലിലോട്ട് ഇതുപോലെ ഒരു ഡോറി എല്ലാം വെച്ചിട്ട്, നിങ്ങൾക്ക് ഡോറി നമ്മളിത് കെട്ടി ഭയങ്കര ടൈറ്റ് ആയിട്ട് കെട്ടണമെന്നില്ല, ഒരു ഭംഗിക്ക് അതവിടെ ഭംഗിയിൽ കിടക്കണമെന്നേ ഉള്ളൂ. അതുപോലെ ഒരു അങ്കരക്കയുടെ കട്ടിംഗ് ആണ് വന്നേക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി കട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഞാനിപ്പം വേറെ വെക്കുന്നത് ഒരു പലാസോ ബോട്ടം തന്നെയാണ്. അപ്പം ഇതിന്റെയും റേറ്റ് ടോപ്പ് ബോട്ടം 1850 ആണ്, ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഉള്ള. നമുക്ക് ഞാൻ പറയാം കുറച്ച് ക്വാണ്ടിറ്റി മെറ്റീരിയലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതിന്റെ ഓർഡർ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു 15 വർക്കിംഗ് ഡേയ്സ്, 10 to 15 പറയണില്ല, കാരണം ബോട്ടം കൂടെ സെറ്റ് ചെയ്യണോണ്ടാണ് അത്രയും വർക്കിംഗ് ഡേയ്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഓൺ ടൈം ഡെസ്പാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ കൊറിയർ സൈഡിൽ നിന്ന് ഡിലേ ഉണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്ന് ഡിലേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് കുറച്ച് ടൈം തരണം നമുക്ക്, അത് അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യാനായിട്ട്. അപ്പം അത് പിന്നെ വാട്സാപ്പിൽ മെസ്സേജസ് ആണ് എടുക്കുന്നത്, കോൾസ് നമ്മൾ എടുക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സേജസ് എന്തായാലും റിപ്ലൈ ചെയ്യും. ഓക്കെ, താങ്ക് യു.